അർജുൻ ആയങ്കി വിവാദം ഉയർന്നു വരുമ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന രണ്ട് തരം പൊതുബോധങ്ങൾ ഒന്ന് ചർച്ച ചെയ്യേണ്ട സന്ദർഭമാണ്. എന്താണ് ചില വ്യക്തികളോടുള്ള നമ്മുടെ മാധ്യമങ്ങളുടെയും ഒപ്പം തന്നെ സംവിധാനങ്ങളുടെയും മനോഭാവമെന്നും, എന്നാൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നു എന്ന ഒറ്റ കാരണമുണ്ടെങ്കിൽ ആ വ്യക്തികളെ എങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത് എന്നത് കേസിനെ ആസ്പദമാക്കി ഒന്ന് പരിശോധിച്ചാൽ ചില ഒളിച്ചു കടത്തലുകൾ നാട്ടുകാർക്ക് ബോധ്യപ്പെടും. ഇത് ഒരു വ്യക്തിയെയും വെള്ളപൂശാനല്ല. അർജുൻ ആയങ്കി എന്ന പോലീസ് തിരയുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി, അദ്ദേഹം ഈ അടുത്ത ദിവസം കോതമംഗലം സ്റ്റേഷനിലെ SHOയ്ക്ക് അയച്ച ഒരു ഓഡിയോയാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് കാരണമാവുകയും അതിനുശേഷം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ അറസ്റ്റ് ചെയ്യാൻ വെല്ലുവിളിക്കുന്ന രീതിയുമുണ്ടായി. ഇതിന്റെ പേരിലാണ് ഇപ്പോൾ കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേക ടാസ്ക് ഫോഴ്സിനെയൊക്കെ നിയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ നടക്കട്ടെ. ഇനി എന്താണ് പൊതുബോധത്തെക്കുറിച്ചെന്നല്ലേ? രണ്ട് വ്യക്തികൾ, ഒന്ന് അർജുൻ ആയങ്കി, മറ്റൊന്ന് BJP കൗൺസിലർ സുഗതൻ. ഇവർ രണ്ടുപേരും ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളാണ്. പക്ഷേ അർജുൻ ആയങ്കി ചെയ്തിരിക്കുന്ന ക്രിമിനൽ പ്രവർത്തനം എന്താണ്? കേരളത്തിൽ 2021 റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് പ്രകാരം വിമാനത്താവളങ്ങൾ വഴി കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം, ആ സ്വർണം പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അത് കടത്തിക്കൊണ്ടു പോകുന്നതിൽ നിന്ന് ഈ സ്വർണം പൊട്ടിച്ചെടുക്കുന്ന മറ്റൊരു മാഫിയ, അതായത് നിയമവിരുദ്ധമായി എയർപോർട്ടുകളിൽ നിന്ന് പുറത്തേക്ക് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം, ആ സ്വർണം പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ കടത്തിക്കൊണ്ടു പോകുന്നവരിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന സംഘം, അതായത് കേരളത്തിലെ രണ്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘം. ഒരു വിഭാഗക്കാർ വിമാനത്താവളം വഴി കൊണ്ടുവരുന്നു, കേരളത്തിലെത്തിയാൽ ഇത് മറ്റൊരു വിഭാഗം പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നു. സ്വർണം പൊട്ടിക്കൽ സംഘം എന്നാണ് പൊതുവെ ഇവരെ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള കേസുകളാണ് അർജുൻ ആയങ്കിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനു പുറമെയാണ് ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ചില സംഭവ വികാസങ്ങൾ. കോതമംഗലത്ത് ഏതോ കല്യാണത്തിൽ പങ്കെടുക്കാൻ ചെന്ന സന്ദർഭത്തിൽ ഈ ആയങ്കിയും ഒപ്പം തന്നെ 10ഓളം വരുന്ന സംഘങ്ങൾ അവിടെ ഒത്തുചേർന്നു എന്നതിന്റെ പേരിൽ കോതമംഗലം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കിൽ അടയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു നൊട്ടോറിയസ് ആയിട്ടാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന കേസുകളിലൊന്നും ഏതെങ്കിലും മനുഷ്യർക്ക് നേരെ വധശ്രമം നടത്തിയതായിട്ട് നമുക്ക് ഒരിടത്തും കാണാൻ പറ്റില്ല. പക്ഷേ DYFI എന്നൊരു സംഘടനയുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാലഘട്ടം തൊട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പർവ്വതീകരിച്ച് കാണിക്കുന്ന പേരാണ് അദ്ദേഹം വലിയ ക്രിമിനൽ ഗുണ്ട എന്ന പേരിലാണ്. കാര്യം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ പ്രൊഫൈൽ എന്നുള്ള നിലയ്ക്ക് വലിയ പിന്തുണ കിട്ടുന്ന ഒരു അക്കൗണ്ട് കൂടിയാണ് അർജുൻ ആയങ്കിയുടേത്. ഒപ്പം തന്നെ പാർട്ടിയെ പ്രതിരോധിച്ച് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ശക്തമായ ഭാഷയിൽ കുറിപ്പുകൾ എഴുതുന്ന കൂട്ടത്തിലുമാണ്. എന്നാൽ നേരെ മറിച്ചത് സുഗതനിലേക്ക് എത്തുമ്പോൾ 18ഓളം കേസുകൾ സുഗതനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുക, 18ഓളം കേസുകൾ. ഇതിൽ ഭവനഭേദന കേസുണ്ട്, 6ഓളം വധശ്രമ കേസുണ്ട്, സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിക്കാൻ ശ്രമിച്ച കേസുണ്ട്. അങ്ങനെ ഏറ്റവും വലിയ ഗുണ്ട ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയ സുഗതനും അർജുൻ ആയങ്കിയും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കിയാൽ നിങ്ങൾ തന്നെ പറയൂ, 6 പേരെ വീട്ടിൽ കയറി കൊല്ലാൻ ശ്രമിച്ച പ്രതി, അയാൾ ഇപ്പോഴും മഹാനാണ്, മാന്യനാണ്. അയാൾക്ക് വേണ്ടി വാദിക്കാൻ ഈ നാട്ടിൽ വലിയ ഒരു സമൂഹവും BJPക്കാരെല്ലാം രംഗത്തുണ്ട്. അങ്ങനെ ഒരു ക്രിമിനലിനെ കൗൺസിലർ ആക്കി ഈ നാട്ടിൽ സംരക്ഷിക്കപ്പെടുകയും എന്നാൽ അർജുൻ ആയങ്കിയെ പോലൊരാളെ ഏറ്റവും വലിയ ക്രിമിനലായി ചിത്രീകരിക്കുന്ന രണ്ട് തരം പൊതുബോധ നിർമ്മിതികൾ നമ്മുടെ നാട്ടിൽ ഇല്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അർജുൻ ആയങ്കി എന്ന വ്യക്തി, അദ്ദേഹം ചെയ്ത ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നിയമ നടപടികൾ നേരിടാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ചെയ്തിരിക്കുന്ന ക്രിമിനൽ പ്രവൃത്തി സ്വർണം പൊട്ടിക്കൽ, കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പിടിച്ചു പറിച്ചു കൊണ്ടുപോയ പുറത്തെ മറ്റൊരു സംഘം. അങ്ങനെയുള്ളതും ഒപ്പം തന്നെ സുഗതനെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൽ ആരാണ് ഏറ്റവും വലിയ ക്രിമിനൽ? സുഗതനെ ഇപ്പോഴും മഹാനാണെന്നും നന്മമരമാണെന്നും ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ആ പ്രിവിലേജ് അർജുൻ ആയങ്കിക്ക് കിട്ടാതെ പോകുന്നു? അർജുൻ ആയങ്കി ഇതുവരെ ആരെയും കൊല ചെയ്ത കേസിലെ പ്രതിയല്ല, വധശ്രമ കേസിലെ പ്രതിയല്ല, ആകെ സ്വർണം പൊട്ടിക്കൽ കേസ്. അങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്ത രണ്ടുപേരിൽ ഒരാൾ ഇപ്പോഴും മഹാനായി ഈ സമൂഹത്തിന്റെ മുന്നിൽ പലരും അവതരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ നന്മയെക്കുറിച്ചൊക്കെ വാഴ്ത്തുപാട്ട് പാടുകയും ചെയ്യുമ്പോൾ മറ്റൊരാളെ എന്തുകൊണ്ടാണ് പിന്തുടർന്ന് വേട്ടയാടുന്നത്? അയാൾ പറയുന്നതും പോകുന്ന ഇടത്തെല്ലാം നേരത്തെ ഒരു കേസ് ഉണ്ട് എന്ന കാര്യത്താൽ ഈ സമൂഹത്തിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് എന്ന് പലപ്പോഴും തോന്നിപ്പോവുകയാണ്. അതിന് പിന്നിൽ സംഘപരിവാർ പ്രൊഫൈലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ സംഘപരിവാർ മനസ്സുള്ള മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്.
ഇവരാണ് ഈ നാട്ടിലെ ചില പൊതുബോധ നിർമ്മിതികൾ. അർജുനായെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഒരു കേസിൽ പ്രതിയായി എന്ന് കരുതിക്കൊണ്ട് ഈ നാട്ടിലെങ്ങും അദ്ദേഹത്തിന് നടക്കാൻ പാടില്ല, ഒരിടത്തും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. അവിടെയെല്ലാം പിന്തുടർന്ന് വേട്ടയാടുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ചിലർ തെരഞ്ഞു പിടിച്ച് വേട്ടയാടപ്പെടുന്നുണ്ടെന്ന് സുഗതനുമായി ചേർന്ന് വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആരും നിയമത്തിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ സുഗതന് ഒരു തരം നിയമവും ആയങ്കിക്ക് മറ്റൊരു തരം നിയമമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിയമങ്ങൾ ചില തൽപര കക്ഷികളുടെ മാനസികാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയും അവർ പറഞ്ഞു കൊടുക്കുന്നതുമാണ് ചിലരെയൊക്കെ ഈ നാട്ടിൽ ക്രിമിനലായി ബ്രാൻഡ് ചെയ്യാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സുഗതൻ ക്രിമിനൽ അല്ലെങ്കിൽ അർജുനായെങ്കിയും ക്രിമിനൽ അല്ല തന്നെ. 18ഓളം കേസുകളിൽ പ്രതിയായ ആളെ ഇപ്പോഴും നന്മമരമാക്കി കൗൺസിലറാക്കി ന്യായീകരിക്കുന്നവർ അർജുനായെങ്കി എന്ന വ്യക്തി ഇതുവരെ ഭവനഭേദനമോ സ്ത്രീകളെ ആക്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വധശ്രമ കേസുകളുമില്ല. പക്ഷേ സ്വർണം പൊട്ടിക്കൽ എന്നൊരു കേസ് നടത്തിയതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ സമൂഹത്തിന്റെ മോശക്കാരനും സുഗതൻ മാന്യനുമായി ചിത്രീകരിക്കപ്പെടുന്ന ആ ഇരട്ടത്താപ്പ് സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ആയങ്കിക്കൊരു നിയമവും സുഗതന് മറ്റൊരു നിയമവും ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല തന്നെ.